മലയാളികൾക്ക് മുന്നിൽ തൊഴിലവസരങ്ങളുടെ പുതിയ ലോകം തുറന്ന് ലുലു ഗ്രൂപ്പും ചെയർമാൻ എം.എ. യൂസഫ് അലിയും UAE-യിലും സൗദിയിലും ഉടൻ ആരംഭിക്കുന്ന പുതിയ റീറ്റെയിൽ ശാഖകളിലേക്ക് ആയിരക്കണക്കിന് ജീവനക്കാരെയാണ് ആവശ്യമായി വരിക എന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചു. ദുബായിലും വടക്കൻ എമിറേറ്റുകളിലുമായി 15 പുതിയ ലുലു ശാഖകളാണ് ഉടൻ വരുന്നത്. UAE-യിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും നിന്നും നഗരപ്രാന്ത പ്രദേശങ്ങളിലേക്ക് ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആ പ്രദേശങ്ങൾ കണ്ടെത്തി ഹൈപ്പർ മാർക്കറ്റും എക്സ്പ്രസ് സ്റ്റോറും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായി ലുലു ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ എം.എ. യൂസഫ് അലി പറഞ്ഞു. ദുബായ്, അബുദാബി, ഷാർജ തുടങ്ങി രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചതിന് ഒരു കാരണം മലയാളികളടക്കമുള്ള വിദേശ തൊഴിലാളികളുടെ വൻതോതിലുള്ള വരവാണ്. UAE-യുടെ ജനസംഖ്യാ വർധനയുടെ ഗ്രൂപ്പിന് ഇവിടെ വളരാനുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ലുലു റീറ്റെയിൽ CEO സെയ്ഫി റുബാവാല പറഞ്ഞു. UAE-യിൽ ലുലുവിന് 30 പദ്ധതികൾ ചർച്ചയിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനു പുറമെ സൗദിയിൽ ലുലുവിൻ്റെ 37 സ്റ്റോറുകൾ കൂടി വരുന്നുണ്ട്. 2028-നകം സൗദിയിൽ 100 സ്റ്റോറുകൾ തുറക്കുകയാണ് ലുലു ഗ്രൂപ്പിന്റെ ലക്ഷ്യം. UAE, സൗദി, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ലുലു പുതിയ റീറ്റെയിൽ സ്റ്റോറുകൾ തുറക്കുന്നതോടെ കൂടുതൽ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. വലിപ്പത്തിനനുസരിച്ച് ഓരോ സ്റ്റോറിനും അതിൻ്റെതായ ആവശ്യകതകളുണ്ട്. ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ശരാശരി 290 ജീവനക്കാരും എക്സ്പ്രസ് സ്റ്റോറിൽ 55 പേരും ഒരു മിനി മാർക്കറ്റിൽ 3 പേരും ജോലി ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ വർഷം ലുലു ഗ്രൂപ്പ് വെളിപ്പെടുത്തിയിരുന്നു. 2024 ജൂൺ 30 ഗ്രൂപ്പിന് ഏകദേശം 55,000 മുഴുവൻ സമയ ജീവനക്കാരെ ലുലു ഗ്രൂപ്പ് നിയമിച്ചു. കഴിഞ്ഞ ദിവസം ദുബായിലെ സത്വയിൽ ലുലു പുതിയ ശാഖ തുറന്നിരുന്നു. കഴിഞ്ഞ വർഷം കമ്പനി പബ്ലിക് ആയതിനു ശേഷം ഇത് 23ാമത്തെയും GCC-യിലെ 252ാമത്തെയും സ്റ്റോർ ആയിരുന്നു. ഇത് ജദ്ദാഫ്, JLT, ദുബായ് എക്സ്പോ സിറ്റി എന്നിവിടങ്ങളിൽ വൈകാതെ ലുലു യാഥാർത്ഥ്യമാകും.